ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. റോണ്ട ബൈൻ്റെ മാജിക് എന്ന പുസ്തകത്തിലെ ഡേ 3 പ്രാക്ടീസ് എന്താണെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. മൂന്നാം ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ അഥവാ ബന്ധങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ എപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ അവരുടെ സ്വാധീനം പലതരത്തിൽ ബാധിക്കുന്നുമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ലഭിക്കാൻ ആ ബന്ധങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അവരോടുള്ള നന്ദിയും സ്നേഹവും എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാക്കാം എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അതായത് നമ്മൾ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ ആളുകളുടെ പോസിറ്റീവ് സൈഡ് നമ്മളിൽ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടാവും? നെഗറ്റീവ് സൈഡോ? പോസിറ്റീവ് സൈഡിനേക്കാളും കൂടുതൽ നെഗറ്റീവ് സൈഡായിരിക്കും എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും എടുത്തു പറയുന്നതും. ഇത് പല ബന്ധങ്ങളിലും വിള്ളലുണ്ടാക്കും. നമ്മൾ പറയുന്ന ഒരു നെഗറ്റീവിന് അവരെ 10 പോസിറ്റീവിനേക്കാളും പവർ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ബന്ധത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കും. അതിനു പകരം നന്ദിയോടെ അവരെ നല്ല വശങ്ങൾ ചിന്തിച്ചു നോക്കിയാലോ? ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. നിങ്ങളുടെ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളും പരാതികളും ഇതിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും. വിട്ടുപോയ പല ബന്ധങ്ങളെയും നമുക്ക് ചേർത്ത് പിടിക്കാനും സാധിക്കും. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അത്ഭുത ശക്തി കൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഈ പ്രാക്ടീസ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരും അവരുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരുമായ 3 ആളുകളെ സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, സിബ്ലിങ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. അതിനുശേഷം ഓരോ വ്യക്തികളെയും കുറിച്ച് കുറഞ്ഞത് 5 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അതും ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി കൂടി ചേർത്ത് വേണം എഴുതാനായിട്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ എൻ്റെ ഭർത്താവിനെയാണ് ആ എക്സാമ്പിളിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തിനും എൻ്റെ സ്വപ്നങ്ങളെ അദ്ദേഹം എപ്പോഴും പിന്തുണയ്ക്കുന്നതിനും ഒരുപാട് നന്ദി, ഇങ്ങനെ വേണം എഴുതാനായിട്ട്. അതിനുശേഷം നിങ്ങൾ എഴുതിയതിനെല്ലാം വായിച്ചു നോക്കിയിട്ട് അവരെ പറ്റി ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തികളോട് ഓരോരുത്തരോടും മനസ്സറിഞ്ഞ് നന്ദി പറയുക. അത് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ട്. ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടിയും ചെയ്യാനുണ്ട്. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് റിമൈൻഡർ വെക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവർ നമുക്ക് തന്നിട്ടുള്ള എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു വസ്തുവോ അവരോട് ദിവസം മുഴുവൻ നമുക്ക് നന്ദി പറയാനുള്ള ഒരു റിമൈൻഡർ ആയിട്ട് യൂസ് ചെയ്യണം. അവരെ നേരിട്ട് കാണുകയോ മിണ്ടുകയോ ഒക്കെ ചെയ്യുന്നവരാണ്, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തരുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും, അവർ ആ ദിവസം നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ അതിനെല്ലാത്തിനും, അതിപ്പോൾ ഒരു ചെറിയൊരു പുഞ്ചിരിയാണെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞ് അവരോട് നേരിട്ട് തന്നെ നന്ദി പറയാൻ ശ്രമിക്കുക. അവരുടെ ആ ഒരു ചെറു പുഞ്ചിരിക്ക് പോലും നമ്മളിൽ ഒരുപാട് സന്തോഷം നൽകാൻ സാധിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കൂടുതൽ നമ്മളോട് അടുപ്പിക്കാനും അതേപോലെ തന്നെ അവർ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കും. ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ഈ ഒരു പ്രാക്ടീസ് സഹായിക്കും. ഇത് അടുത്ത 25 ദിവസവും റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ ആദ്യത്തെ 3 പ്രാക്ടീസ്, അതായത് ഇന്ന് വരെയും ആദ്യത്തെ ഡേ 1 തുടങ്ങി ഡേ 3 വരെയും പറഞ്ഞിട്ടുള്ള എല്ലാ പ്രാക്ടീസസും ഈ ചലഞ്ച് കഴിയുന്നത് വരെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഡേ 4 പ്രാക്ടീസ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.